സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നു എന്ന കാര്യത്തിൽ ഇനി ഒരു സംശയവുമില്ല. ഇന്ന് മോദിക്കൊപ്പം സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതേസമയം ശോഭാ സുരേന്ദ്രനെയും മോദി അത്യാവശ്യമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഇന്നാണ് ആ റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ശോഭാ സുരേന്ദ്രനെയും കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലാണ് BJP. കാരണം അത്രയധികം വോട്ട് നിലയാണ് ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയത്. അത് മാത്രമല്ല, കേരളത്തിലെ BJPയുടെ ഝാൻസി റാണി എന്നാണ് ഇന്ന് ശോഭാ സുരേന്ദ്രൻ അറിയപ്പെടുന്നത്. റെക്കോർഡ് വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ താൻ മത്സരിച്ച മണ്ഡലത്തിൽ നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ BJP നേതാവും ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥിയുമായിരുന്ന ശോഭാ സുരേന്ദ്രനെ ദേശീയ നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിക്കുകയായിരുന്നു. സംഘടനാ തലത്തിൽ ശോഭാ സുരേന്ദ്രന് ഉയർന്ന പദവി നൽകാൻ കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നു എന്നാണ് വിവരം. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷ പദവി നൽകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനമാണ് ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത്. മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം കുത്തനെ ഉയർത്തുന്ന ശോഭാ മാജിക് ഇക്കുറി ആലപ്പുഴയിലും ആവർത്തിച്ചു. കഴിഞ്ഞ തവണ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നേടിയ 17.24% വോട്ട് വിഹിതത്തെ ഇത്തവണ 28.3% ശോഭ ഉയർത്തിയത്. 2,99,648 വോട്ടുകളാണ് ആലപ്പുഴയിൽ ശോഭ നേടിയത്. 50,000-ൽ താഴെ മാത്രം വോട്ടുകൾ നേടിയിരുന്ന പതിവിൽ നിന്ന് ഡോക്ടർ KS രാധാകൃഷ്ണനാണ് BJP വോട്ടുകളുടെ എണ്ണം 1,00,000-ന് മുകളിലേക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉയർത്തിയത്. അതിലും വലിയ മുന്നേറ്റമാണ് ശോഭ നേടിയത്. SNDP വോട്ടുകളും സ്ത്രീ വോട്ടുകളും സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. UDFന്റെ വിജയത്തോളം തന്നെ അഭിമാനകരമാണ് NDAക്ക് ആലപ്പുഴ മണ്ഡലത്തിലുണ്ടായ മുന്നേറ്റവും. കോൺഗ്രസിന്റെ KC വേണുഗോപാൽ 4,04,560 വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. രണ്ടാം സ്ഥാനത്തെത്തിയ CPMന്റെ AM ആരിഫ് 3,41,047 വോട്ടും നേടിയിരുന്നു. തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലയും കേന്ദ്രമന്ത്രിയാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. BJP 36 മന്ത്രിമാരുടെ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് വിവരം. കേരളത്തിൽ നിന്നും സുരേഷ് ഗോപിയുടെ പേര് മാത്രമാണ് ഉള്ളതെന്നാണ് സൂചന. സുപ്രധാന വകുപ്പുകളൊന്നും സഖ്യകക്ഷികൾക്ക് BJP നൽകില്ല. ആഭ്യന്തരം, പ്രതിരോധം, ധനകാര്യം, വിദേശകാര്യം, റെയിൽവേ തുടങ്ങിയ വകുപ്പുകൾ BJP തന്നെ കൈകാര്യം ചെയ്യും. അമിത് ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, നിർമ്മല സീതാരാമൻ, അശ്വിനി വൈഷ്ണവ്, ഹർദീപ് സിംഗ് പുരി, ജ്യോതിരാദിത്യ സിന്ധ്യ, മൻസുഖ് മാണ്ഡവ്യ, അർജുൻ രാം മേഘ്വാൾ തുടങ്ങിയവർ മൂന്നാം മോദി മന്ത്രിസഭയിലും തുടരും. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ എന്നിവരും കേന്ദ്രമന്ത്രിമാരാകും. TDPക്കും JDUവിനും 3 മന്ത്രിസ്ഥാനം വീതം ലഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. TDPയിൽ നിന്ന് റാം മോഹൻ നായിഡു, ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസനി എന്നിവർ മന്ത്രിമാരാകും. JDUവിൽ നിന്ന് ലലൻ സിംഗ്, സഞ്ജയ് കുമാർ ഝാ, രാംനാഥ് ഠാക്കൂർ എന്നിവർക്കാണ് സാധ്യത. LJP അധ്യക്ഷൻ ചിരാഗ് പാസ്വാനും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. JDS അധ്യക്ഷൻ HD കുമാരസ്വാമി ക്യാബിനറ്റ് മന്ത്രിയാകും. കൃഷി മന്ത്രാലയം കുമാരസ്വാമിക്ക് നൽകാമെന്ന് BJP ഉറപ്പു നൽകിയതായിട്ടാണ് സൂചന. ശിവസേന ഏക്നാഥ് ഷിൻഡെ പക്ഷത്തിന് ഒരു ക്യാബിനറ്റ് പദവിയും സഹമന്ത്രിസ്ഥാനവും ലഭിക്കും. ശ്രീരംഗ് ബർണയ്ക്കും പ്രതാപ് റാവു ജാദവുമായിരിക്കും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുക എന്നാണ് സൂചന. RLDയുടെ ജയന്ത് ചൗധരി മന്ത്രിസഭയിൽ ഇടം പിടിക്കും.